കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ CITU പാലക്കാട് ഡിവിഷൻ കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. മറ്റേ എസ്ത്രേഷ്യ തുടങ്ങിയ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്, അതും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ സ്കീം വർക്കേഴ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെയൊക്കെ താഴെ ഇറക്കണം. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ അഖിലേന്ത്യാ പണിമുടക്കിലേക്ക് പോകുന്നത്. അഖിലേന്ത്യാ പണിമുടക്കിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ചെറുതല്ലോ. നമ്മൾ തൊഴിലാളി വർഗം 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും എന്ന മുദ്രാവാക്യം 1886 അംഗീകരിച്ചു. 1886 ശേഷം 1946 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാർ 8 മണിക്കൂർ ജോലിയാക്കി ചുരുക്കി തന്നു. 8 മണിക്കൂർ ജോലിയാക്കി ചുരുക്കി തന്നു ഒരു ദിവസം. എന്നാൽ ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്, ഇന്ത്യ രാജ്യത്തിലെ കോർപ്പറേറ്റ് മുതലാളിമാർ പറയുന്നത് ആഴ്ചയിൽ 90 മണിക്കൂർ പണിയെടുക്കണം ഇന്ത്യയിലെ തൊഴിലാളി എന്നാണ്. ഡിവിഷൻ പ്രസിഡന്റ് PG രാംദാസ് അധ്യക്ഷനായി. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, CPM ഏരിയ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി, CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TK അച്യുതൻ, V. സരള എന്നിവർ പ്രസംഗിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം V. സുരേഷ് നന്ദിയും പറഞ്ഞു. PG രാമദാസ് പ്രസിഡന്റായും V. സുരേഷ് സെക്രട്ടറിയായും ഗിരിജ ട്രഷററായും ഡിവിഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.